ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാൻസിനായി രൂപീകരിച്ച പുതിയ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് വരെ പഠിച്ചു. അടുത്തത് നമുക്ക് റോബസ്പിയറെയും ഗിലിജറ്റിനെയും കുറിച്ച് പഠിക്കാം. ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി 1793 ജൂലൈയിൽ റോബോസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഇതിലെ അംഗങ്ങൾ മിറാബോ, ഡാന്റൺ എന്നിവരായിരുന്നു. തങ്ങളുടെ ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് വധിച്ചു. സാധാരണക്കാർ മാത്രമല്ല, നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇങ്ങനെ വധിക്കപ്പെട്ടു. എന്തിനു പറയുന്നു, ഭരണാധികാരിയായിരുന്ന ലൂയി 16 ഭാര്യ മേരി ആന്റോയിനറ്റും ഗില്ലറ്റിന് ഇരയായി. അവസാനം റോബോസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെട്ടു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പാരഗ്രാഫിൽ പഠിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, റോബോസ്പിയറുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ആയിരുന്നു. റോബോസ്പിയറുടെ പ്രധാന ആയുധം എന്നത് ഗില്ലറ്റിൻ എന്ന യന്ത്രമായിരുന്നു. ഈ ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിനെ മാത്രമല്ല, ലോകത്തെ മൊത്തത്തിൽ സ്വാധീനിച്ചു. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും ഫ്രഞ്ച് വിപ്ലവം വളരെയധികം സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. സിറ്റിസൺ ടിപ്പു അഥവാ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ഒരു തണൽ മരം, സ്വാതന്ത്ര്യത്തിന്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിക്കുകയും ഒപ്പം ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിച്ച യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കാൻ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഏതാണ് വർഷം? 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. 2. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഏതാണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. ഇവയൊക്കെ ആയിരുന്നു നെപ്പോളിയൻ നടപ്പിലാക്കിയ പ്രധാന ഭരണ പരിഷ്കാരങ്ങൾ. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാം, ഇത് വളരെ നല്ല ഭരണ പരിഷ്കാരങ്ങളാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ പരിഷ്കാരങ്ങളിലൂടെ അദ്ദേഹം നടപ്പിലാക്കി. നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ
യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുമോ എന്നും മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. അവർ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചു. യഥാർത്ഥത്തിൽ അവർ നെപ്പോളിയനെ അല്ല ഭയപ്പെട്ടത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ, ഏതാണ് യുദ്ധം? 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടമായി. എന്നിരുന്നാലും ഫ്രാൻസിൽ നെപ്പോളിയൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ വളർച്ചയ്ക്ക് നെപ്പോളിയന്റെ ആശയങ്ങൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതായിരുന്നു. അടുത്തത് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. അതുവരേക്കും ഗുഡ് ബൈ.